ഹലോ പ്ലാൻ ലവേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ദിവ്യാസ് ഗാർഡൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നതും ഒരു അഡീനിയത്തിൻ്റെ സെയിൽ പോസ്റ്റുമായിട്ടാണ്. ഈ വീഡിയോയുടെ ആദ്യം തന്നെ കാണിക്കുന്നത് 50 പ്ലാന്റ് ഒരുമിച്ച് വാങ്ങിച്ച ഒരു കസ്റ്റമർ അൺബോക്സിംഗ് വീഡിയോ അയച്ചു തന്നതാണ്. ഇതെല്ലാം 100 രൂപയുടെ പ്ലാന്റ്സ് ആണ്. നമുക്കിപ്പോൾ പുതിയ ബാച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 100 രൂപയുടെ 150 രൂപ, 200 രൂപ, 300 രൂപ അങ്ങനെയാണ് പ്രൈസ് കാറ്റഗറി വരുന്നത്. ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് വെയിലായി, അഡീനിയം പ്ലാന്റ്സ് നടാനുള്ള നല്ല സമയമാണ്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കാറ്റലോഗ് അയച്ചു തരാം. വീഡിയോയിൽ ഫ്ലവറിൻ്റെ പിക്ക് എല്ലാം മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണ്ട. വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് അഡീനിയത്തിൻ്റെ കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ റേറ്റും കൂടി പറഞ്ഞാൽ മതി. അപ്പോൾ ആ റേറ്റിൻ്റെ കാറ്റലോഗ് ഞാൻ അയച്ചു തരാം കേട്ടോ. നമുക്ക് പ്ലാൻസ് വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുക. മിനിമം ഓർഡർ 5 പ്ലാന്റ് ആണ്. 5 പ്ലാന്റിന് 500 പ്ലസ് കൊറിയർ ചാർജ് കൂടി വരുന്നതാണ്. ഇപ്പോൾ മഴയൊക്കെ മാറി വെയിലൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. നമ്മളത് പോട്ട് ചെയ്ത് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ എന്തായാലും ഫ്ലവർ ഉണ്ടാകും. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ്. പ്ലാൻസ് ആവശ്യമുള്ളവരപ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ആരും ഫോൺ വിളിക്കരുതേ, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ കാണുമ്പോൾ തന്നെ റിപ്ലൈ ഇട്ടേളാം കേട്ടോ. അഡീനിയ നടുന്നവരുടെ കയ്യിലെല്ലാം ഒരു മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ഫംഗിസൈഡാണ് സാഫ്. പെട്ടെന്നുണ്ടാകുന്ന ചീച്ചിലിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാഫ് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ എല്ലാ വളക്കടകളിലും പിന്നെ ഓൺലൈനിലും സാഫ് അവൈലബിൾ ആണ്. അഡീനിയത്തിന് പോട്ടിംഗ് മിക്സായി ചകിരിച്ചോറ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം. ചകിരിച്ചോറിൽ നട്ട് കഴിഞ്ഞാൽ പ്ലാന്റ്സ് വെള്ളം ചകിരിച്ചോറ് വലിച്ചെടുക്കുന്നത് കൊണ്ട് ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ സാധാരണയായി മണ്ണ്, മണൽ, ഉമി എന്നിവ മിക്സ് ചെയ്താണ് പ്ലാന്റ്സ് നടാറുള്ളത്. ഉമിക്ക് പകരം പെർലൈറ്റും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒട്ടും കട്ട പിടിക്കാത്ത മണ്ണായിരിക്കണം. നന്നായിട്ട് ഡ്രെയിനേജ് ഹോളുള്ള പോട്ടായിരിക്കണം അഡീനിയ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യം തന്നെ 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് ആ സൈസിലുള്ള പോട്ടിൽ നടുന്നതായിരിക്കും നല്ലത്. ചെറിയ പോട്ടാകുമ്പോൾ കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. വലിയ പോട്ടിൽ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നടുമ്പോൾ ആദ്യം തന്നെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പിടിച്ച് ലീഫൊക്കെ വന്ന് സെറ്റായി കഴിഞ്ഞിട്ട് പതുക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. മുട്ടത്തൊണ്ടും ഏത്തപ്പഴത്തിൻ്റെ തൊലിയും ഉണക്കി പൊടിച്ച് ഇട്ട് കൊടുക്കുന്ന അഡീനിയത്തിൽ നിറയെ പൂക്കൾ വരാൻ സഹായിക്കുന്നതാണ്. ഇടയ്ക്ക് ഒന്ന് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്ലാൻസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ദിവ്യ ജിജോ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.